എക്സിറ്റ് പോളുകൾ അതിൻ്റെ ഒരു ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. നേരിയ മുൻതൂക്കം എന്നുള്ളത് പറയുമ്പോൾ തന്നെ അത് പ്രവചനാതീതമായ ഒരു ഇഞ്ചോടിഞ്ച് മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് പ്രദാനം ചെയ്യുന്നത്. യാതൊരു സംശയവും കാര്യത്തിലില്ല. കാരണം ഈ 68, 69 അല്ലെ 71 എന്നൊക്കെ പറയുന്നത് എങ്ങനെയും മാറിമറിയാവുന്നതാണ്. ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ, ചെറിയ വോട്ടുകൾക്കൊക്കെ അപ്രതീക്ഷിതമായ വിജയങ്ങളും അപ്രതീക്ഷിതമായ തോൽവികളുമൊക്കെ ഇത്തവണ പ്രതീക്ഷിക്കാം. അതേസമയം നോക്കൂ, കഴിഞ്ഞ തവണ നോക്കിയാൽ ഇതേ ടുഡേസ് ചാണക്യ ഞാൻ പറഞ്ഞില്ല 102 സീറ്റുകൾ, എല്ലാവരും ഏതാണ്ട് മനോരമ ഒഴികെ, മലയാള മനോരമ ഒഴികെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട സർവേകളും LDFന് കൊടുത്തത് തുടർഭരണവും മികവുറ്റ ഒരു വേവിൻ്റെ സ്വഭാവം തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ നോക്കൂ, UDFന് അങ്ങനെ ഒരു ക്ലെയിം എടുക്കാൻ പോലും കഴിയാത്ത വിധമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ തുടക്കത്തിൽ പറഞ്ഞ കഷ്ടിമുഷ്ടിയാണ് നിൽക്കുന്നത്. അതാണ് 76, 78 എന്ന നിലയിൽ. അതിലേക്ക് എത്തണമെങ്കിൽ, ആ നമ്പറിലേക്ക് എത്തണമെങ്കിൽ കോൺഗ്രസിന് എത്രമാത്രം സഞ്ചരിക്കണം? അതിലേക്ക് ഒരുപക്ഷെ 99-ൽ നിന്ന് കുറേയേറെ MLA-മാർ തോറ്റാൽ പോലും LDFന് കുറെ കൂടി സേഫായി, സിറ്റിംഗ് MLA-മാർ കുറേയൊക്കെ തോൽക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാൽ പോലും ഭരണം നിലനിർത്താൻ LDFന് കുറെ കൂടി, കാരണം ഭരണവിരുദ്ധ വികാരമില്ല. അപ്പോൾ ഭരണം നിലനിർത്താൻ LDFനാണോ കൂടുതൽ സൗകര്യപ്രദം, അതോ ഈ 20-ൽ നിന്ന് ജയിച്ചു കയറി വരുന്ന കോൺഗ്രസിനാണോ കൂടുതൽ എളുപ്പം? ആലോചിച്ചു പോകുന്നൊരു ഘടകമാണല്ലോ അത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഈ എക്സിറ്റ് പോളിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചതിൻ്റെ ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. നോക്കൂ, ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കിൽ ഞാൻ ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്. വൈ? ബിക്കോസ് അവർ തമിഴ്നാട്ടിൽ പറഞ്ഞിരിക്കുന്ന TVKക്ക് 100+ ആണ്. ആ 100 അവർ അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ് അവരുടെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാപ്പൊളേഷൻ. ആ എക്സ്ട്രാപ്പൊളേഷനോട് എനിക്ക് വലിയ യോജിപ്പുള്ള ഒരാളല്ല. കാര്യം തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നത് ഈ പറയുന്ന സംസ്ഥാനത്തെടുത്ത്, തമിഴ്നാട് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അർബൻ ഫിനോമിനനായിട്ട് TVK മാറിയിട്ടുണ്ടെങ്കിലും റൂറൽ തമിഴ്നാടുവിലേക്ക് അത്രത്തോളം ഇൻട്രോഡ്സ് വന്നിട്ടില്ല TVK എന്നുള്ളത്. ആ ഒബ്സർവേഷനോട് ചിലപ്പം എന്നോട് റെജീൻ യോജിക്കും. കാര്യം നമ്മൾ അവിടെ ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവിടെ TVKയുടെ ഈ പറയുന്ന ഇൻട്രോഡ്സ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ദാറ്റ് ഈസ് നോട്ട് മച്ച്. ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ഹിൻഡർലാൻഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതല്ല അർബൻ സെൻറ്ററിലേക്ക് വരുമ്പോൾ. അപ്പം എനിക്ക് ഈ പറയുന്ന കാര്യത്തോട്, ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സ്ട്രാപ്പൊളേഷനോട് എനിക്ക് വളരെയധികം വിയോജിപ്പുണ്ട്. അവിടെ ടുഡേസ് ചാണക്യ പറഞ്ഞത് സത്യത്തിൽ ഇച്ചിരൂടെ ലോജിക്കലാണ്. TVKക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്, DMK തന്നെ തിരിച്ചു വരും. ആ നമ്പേഴ്സ് ഇന്ന് താങ്കൾ നോക്കിയാൽ മനസ്സിലാവും. അത് ബംഗാളിലെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും BJP അധികാരത്തിൽ വരുന്നത് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ കേരളത്തിലെ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന 90 നമ്പർ അല്ലെങ്കിൽ മാക്സിമം 90 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിച്ച ആ എക്സിറ്റ് പോൾ പ്രോസസ്സിനെ കുറിച്ച് എനിക്ക് നല്ല സംശയമുണ്ട്. അതിൻ്റെ എത്രമാത്രം അത് രസകരമായി എത്രത്തോളം നമുക്ക് പറയാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ താങ്കൾ വന്ന ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ നോക്കൂ, നമുക്കൊരു റഫ് കാൽക്കുലേഷൻ ഉണ്ടല്ലോ. ഒരു 57-58 സീറ്റ് CPMന് അങ്ങനെ തോക്കുന്ന സീറ്റുകളെ അല്ല. ഞാൻ പറഞ്ഞ ഈ 21-ാം നൂറ്റാണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 58 സീറ്റിൽ കേരളത്തിൽ CPM തോറ്റിട്ടേ ഇല്ലാത്ത സീറ്റുകളാണ്. അത് താഴെ നമ്മൾ പോയിട്ടില്ല. അങ്ങനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ MLA-മാരുടെ പെർഫോമൻസ് അത് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നുള്ള പെർഫോമൻസാണ് പലപ്പോഴും. ഇപ്പം നമ്മൾ പ്രണവ് റോയിയോ അല്ലെങ്കിൽ രാജ്ദീപ് സർദേശായിയോ ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് 10 വർഷം കൊണ്ട് ഒരാൾ ഒരു മുന്നണി ഭരിക്കുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാം. പക്ഷേ അവരാരും നെഗറ്റീവ്, ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. കോൺഗ്രസ് പറയുന്നതല്ല ഞാൻ പറഞ്ഞ രാജ്ദീപ് സർദേശായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു 15 മിനിറ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നത്, നമുക്ക് ഒരു ലോങ് റണ്ണിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടി തന്നെ ഭരിക്കുന്നതിൻ്റെ ഒരു മൂഡ് ചിലപ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. കാര്യം ഒരു വെറൈറ്റിയുടെ വ്യത്യാസം ചിലപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയേക്കാം അവരെടുക്കുന്ന സാമ്പിൾസിൽ നിന്ന് പറയുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെയോ പിണറായി വിജയൻ്റെ മന്ത്രിമാർക്കെതിരെയോ MLA-മാർക്കെതിരെയോ ഈ പറയുന്ന ഒരു വികാരവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ പറയുന്ന പിണറായി വിജയനുള്ള ബാരിയർ അല്ല, ഈ സ്റ്റോപ്പേജ് അല്ല, ബ്രേക്കിംഗ് പോയിന്റുകൾ പലതാണ്. ആദ്യം ഒന്ന് MLA-മാർ, ഈ പറയുന്ന പാർട്ടി സിസ്റ്റം, പിണറായി വിജയൻ്റെ ഇമേജ്, മന്ത്രിമാരുടെ ഇമേജ്, ഇങ്ങനെ പല 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 സ്റ്റോപ്പേജസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മുന്നോട്ട് ഒരിക്കലും നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരിക്കലും വരത്തില്ലെന്നൊക്കെ പറയുന്നത് ചിലപ്പം അബദ്ധമായി പോകും. പക്ഷേ അത് ഇവർ പറയുന്ന രീതിയിൽ
സതീശൻ പറയുന്ന രീതിയിൽ 100ഉം ഒന്നും ഇല്ല. അതിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഏതാണ്ട് ഒരു അക്സെപ്റ്റഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അവർ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു 75ഉം 80 ഒക്കെ അവർ തന്നെ പ്രതീക്ഷിക്കുന്നത്. ആ 75-80 നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവർ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഐ ആം ഗോയിങ് ടു വിൻ, ദിസ് പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ഗോയിങ് ടു റൂൾ ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദ പാർട്ടീസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ജനാധിപത്യത്തിൽ അങ്ങനെ തന്നെ വേണം താനും.